ഷിർഡി സായിബാബ ഭക്തന്മാരുടെ അനുഭവങ്ങൾ. ഷിർഡി ഇന്ത്യയിലുള്ള ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തന്മാർ ബാബയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം അനുഭവിച്ചറിഞ്ഞവരാണ്. അനേകം സാഹചര്യങ്ങളിൽ ബാബ അദ്ദേഹത്തിൻ്റെ അദൃശ്യ ശക്തി തക്ക സമയത്ത് ഭക്തരുടെ സഹായത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അവിചാരിതവും അത്ഭുതകരവുമായ സംഭവങ്ങൾ ബാബ തൻ്റെ ഭക്തന്മാരുടെ കൂടെയുള്ള ദൈവിക ശക്തിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഭക്തന്മാരുടെ ചില അനുഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നു. അവയെല്ലാം തന്നെ നമുക്ക് ഉറപ്പു തരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവികമായ ശക്തിയാൽ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ പറ്റുന്നുവെന്ന്. മാത്രമല്ല, അപേക്ഷകൾക്ക് ഉടനടി പരിഹാരമാർഗവും ലഭിക്കുന്നു. ഷിർഡി ബാബയോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ളവ, അവരുടെ ആരോഗ്യത്തിനും സമൃദ്ധിക്കും അത്ഭുതകരമായ ഫലം ലഭിക്കാറുണ്ട്. ഷിർഡിയിൽ എന്നും നന്ദി നിറഞ്ഞ മാതാപിതാക്കൾ തങ്ങളുടെ നേർച്ചകൾ നൽകുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും വരാറുണ്ട്. എൻ്റെ മകള് മാസം തികയാതെ പ്രസവിച്ചതാണ്. ഡോക്ടർമാർ പറഞ്ഞിരുന്നു ജീവിച്ചിരിക്കില്ലെന്ന്. ഞങ്ങൾ സായിബാബയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നേർച്ച നേരാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് അവള് ജീവിച്ചിരിക്കുന്നു. എന്റെ മകൾ ഇവിടെ ജനിച്ചതാണ്. അവൾക്ക് 4 മാസം പ്രായമുള്ളപ്പോൾ അസുഖം വന്നു. അവൾക്ക് 2 ഓപ്പറേഷൻ വേണമായിരുന്നു. അവൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്. അവൾക്ക് എല്ലാം സുഖമായി നടന്നാൽ ആദ്യ പിറന്നാളിന് മുമ്പ് തിരുസന്നിധിയിൽ ദർശനം നടത്താമെന്ന് ഞങ്ങൾ നേർന്നു. ഞങ്ങൾ അവളെ ഷിർഡിയിൽ കൊണ്ടുപോയി തിരുസന്നിധിയിൽ ദർശനം നടത്തി. സായിബാബ എല്ലാ മതങ്ങളിലും ശ്രേഷ്ഠ സ്ഥാനം അർഹിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലോകവ്യാപകമാണ്. ഷിർഡി സായിബാബ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദൈവീക ശക്തിയാണ്. തക്ക സമയത്ത് അദ്ദേഹം സഹായിക്കും. ഭക്തന്മാരെ അദ്ദേഹം ഉപേക്ഷിക്കാറില്ല. അദ്ദേഹം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും തൻ്റെ ഭക്തന്മാരിലൂടെയാണ്. സായി സച്ചരിത ബാബ തൻ്റെ തിരഞ്ഞെടുത്ത ഭക്തൻ ശ്രീ ധാബോൽക്കറിലൂടെ രചിച്ച ഈ പുസ്തകം തക്ക സമയത്ത് സഹായം ലഭിച്ച തൻ്റെ അടുത്തും അകലെയുമുള്ള ഭക്തന്മാരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. അദ്ദേഹം തൻ്റെ ഭക്തനായിരുന്ന ശ്രീ നരസിംഹസ്വാമിക്ക് സ്വയം വെളിപ്പെടുത്തിയതും പിന്നീട് രാജ്യത്തുടനീളം ശ്രീ രാധാകൃഷ്ണ സ്വാമിയിലൂടെ തൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചതും ഒരു അവിചാരിത സംഭവമായിരുന്നില്ല. ഇതൊക്കെ തീർച്ചയായും അദ്ദേഹത്തിന് ദിവ്യമായ ഇടപെടലായിരുന്നു. അദ്ഭുത പ്രവൃത്തികളിലൂടെ പണം ലഭ്യമാക്കുവാൻ എനിക്ക് കഴിയും. പക്ഷെ അതെനിക്ക് ആവശ്യമില്ല. ദൈവത്തിന്റെ പിതൃത്വവും മനുഷ്യന്റെ സാഹോദര്യത്വവും അദ്ദേഹം പ്രസംഗിച്ചു. അതിനുവേണ്ടി ശ്രദ്ധയും സബൂരിയും എന്ന മന്ത്രം ഉരുവിട്ടു. ഈ ലോകത്തിന് സമാധാനം നൽകുവാൻ ഉതകുന്ന ആത്മീയ ജലധാരയായി ബാബ ഒഴുകുന്നു. സായിനാമം ജപം നിത്യം സായി ധ്യാനം കരോതി ചേത് ധർമാർത്ഥ കാമമോക്ഷ സിദ്ധാർത്ഥ. സായി ഭക്തനായ ഹൂബ്ലിയിലെ ശ്രീ രാധാകൃഷ്ണൻ ബാബയിലൂടെ തക്ക സമയത്ത് സഹായം ലഭിച്ചതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പണമില്ലാതെ വിശന്നലഞ്ഞ് ഷിർഡിക്ക് തീർത്ഥാടനം നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവം. ഞാൻ സായിബാബയെ കണ്ടു. അദ്ദേഹം ദ്വാരകമായി മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാ മഹാത്മാക്കളും ഒന്നാണ്. എല്ലാവരും ദൈവത്തിലേക്ക് നയിക്കുന്നു. നന്നായി പ്രവർത്തിക്കുക, നല്ലത് വരും. തങ്ങളുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ ബാബയുടെ ദർശനം എങ്ങനെയാണ് വെളിപ്പെട്ടതെന്ന് പല മുതിർന്ന പൗരന്മാരും തീർച്ചയായും പ്രതിപാദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ ഇതാണ്: നല്ലത് പ്രവർത്തിക്കുക, നന്നായി വർത്തിക്കുക, സ്നേഹിക്കാനും കഴിയുന്നില്ലെങ്കിൽ വെറുക്കാതിരിക്കുക. ഷിർഡി സായിബാബയെ കാണുന്ന ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ എന്നിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം ഉദിക്കുകയും ഞാൻ അതിൽ പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തു. ഒരു പുസ്തകം എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ ബുക്ക് 1 മാസത്തിനകം പൂർത്തീകരിച്ചു. ശാരീരിക വൈകല്യമുള്ളവർക്കും വൃദ്ധന്മാർക്ക് പോലും ബാബയുടെ ചെയ്തികൾ ഒരു പ്രത്യേക പ്രചോദനവും ചൈതന്യവും പ്രദാനം ചെയ്യുന്നു. ഗുരുവിലൂടെയുള്ള സേവനത്തിന് ചെറുതായിട്ടെങ്കിലും പങ്ക് വഹിക്കുവാൻ ബാബ എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഏതാനും ചില ഭക്തന്മാരും കൂടി അഖണ്ഡ സായി നാമസപ്ത ട്രസ്റ്റ് തുടങ്ങി ബാബയുടെ താരകനാമ മന്ത്രം പ്രചരിപ്പിക്കാനായിട്ട് ഓം സായി, ശ്രീ സായി, ജയ ജയ സായി തുടർച്ചയായി ഇടവിടാതെ 24 മണിക്കൂർ, 72 മണിക്കൂർ, 108 മണിക്കൂർ ഇങ്ങനെ. എനിക്കിപ്പോൾ 80 വയസ്സായി. ബാബ എനിക്ക് എല്ലാം ചെയ്യാനുള്ള ശക്തി നൽകുന്നുണ്ട്. എനിക്ക് ആരോഗ്യവുമുണ്ട്. സായിനാഥ് മഹാരാജൻ ജയിക്കട്ടെ. 1950 മുതൽ ഞാൻ അഖില ഭാരതീയ സായി സേവാ സമാജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ സ്ഥാപകനായ നരസിംഹ സ്വാമിജി
1936 മുതൽ 1956 വരെ അദ്ദേഹം ഭാരതത്തിന്റെ എല്ലാ കോണുകളും ചുറ്റി സഞ്ചരിച്ച് ബാബയുടെ ഛായാചിത്രങ്ങൾ സ്ഥാപിച്ചും അദ്ദേഹത്തിന്റെ പഠനങ്ങളും സന്ദേശവും നിരന്തരം പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാബ 2 നാണയങ്ങൾ ആഗ്രഹിച്ചുള്ളൂ, അതായത് ശ്രദ്ധയും സബൂരിയും. ബാബയ്ക്ക് അതുമാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. എന്തും ഏതും ഞാൻ അനുഭവിക്കുന്ന ബാബ ബാബ ബാബ. ഇതെന്റെ കോളേജ് ജീവിതം മുതൽക്ക് തന്നെ തുടങ്ങിയതാണ്. ഏതൊരു പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഞാൻ അനുഭവിക്കുന്നു. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ബാബ എനിക്ക് വേണ്ടി മറ്റെന്തോ ചെയ്തു എന്നാണ്. ഞാൻ ഇതിനെ ബാബയുടെ മായാവിലാസമായി കാണുന്നു. അദ്ദേഹം എനിക്ക് നേരായ ദിശ കാട്ടിത്തരുന്നു. ഞാൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നാൽ ബാബ അത് എനിക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുന്നു. തീർച്ചയായും ഉറപ്പുവരുത്തുന്നു. ഇതാണ് എൻ്റെ ജീവിത രീതി. ദൈവവും അവൻ്റെ ഭക്തനും തമ്മിലുള്ള ബന്ധം വളരെ ബന്ധപ്പെട്ടതും ദൃഢമായതും ബലവത്തായതും വ്യക്തിപരമായതും അവന് വളരെ പ്രത്യേകതയുള്ളതുമാണ്. എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ചിലത് പങ്കുവയ്ക്കുവാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ജനങ്ങളിൽ നിന്ന് കേട്ടതും ഷിർഡി സായിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭക്തരും തമ്മിലുള്ള വ്യത്യസ്തമായ ചില സംഭവങ്ങളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ചില വേളകളിൽ ബാബയുടെ ഒരു മന്ദിരം പണിയണമെന്ന് ഞാൻ ഉറച്ചു. എന്തൊക്കെ സംഭവിച്ചിരുന്നതോ അതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതാണ്. എല്ലാം അതിൻ്റെ നിർമ്മിതിയുടെ കാരണമായി ഭവിച്ചു. എല്ലാം ബാബയുടെ കരുണയാൽ നടന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്നും എങ്ങനെ രൂപം കൊണ്ടെന്നും എനിക്കറിയില്ല. എല്ലാം ബാബയുടെ കരുണയാണ്. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു. ബാബയുടെ നാമത്തിലുള്ള സുന്ദരങ്ങളായ മന്ദിരങ്ങൾ പണികഴിപ്പിച്ചതുകൊണ്ടാണ് ബാബയോടുള്ള വിപുലമായ ആരാധന സാധ്യമായത്. അദ്ദേഹത്തിൻ്റെ ദൈവികമായ സാന്നിധ്യം ഇവിടെ പ്രതിഫലിപ്പിക്കുന്നു. ഇപ്പോഴും 70 മുതൽ 80% വരെ ഷിർഡി ഭക്തന്മാർ ആന്ധ്രാപ്രദേശുകാരാണ്. ഇതുതന്നെ അവരുടെ ആത്മീയ സമർപ്പണത്തെ കാണിക്കുകയാണ്. ഷിർഡി സായിനാഥനെ മറക്കപ്പെടുവാൻ കഴിയാത്ത ഒരു സന്യാസിയെ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഷിർഡിയിൽ വരുന്നു. സർവ്വമതങ്ങളിലും പെട്ട ജനങ്ങളും ഇപ്പോൾ ഷിർഡിയിൽ വരുന്നുണ്ട്. ബാബ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം മണ്ണിനോട് ചേർന്നെന്ന് കരുതണ്ട, ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാസ് ഗണവിനെ ഞാൻ കണ്ടത് 1948 കോയമ്പത്തൂരിൽ വച്ചിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ആൾ ഇന്ത്യ സായി ഡിവോട്ടി സംഗമത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ വളരെ വൃദ്ധനായിരുന്നു അദ്ദേഹം. സ്വാമി ശരണാനന്ദനെയും കണ്ടു ഞാൻ അവിടെ വെച്ചിട്ട്. അദ്ദേഹം വളരെ ലളിത്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സന്യാസിയായി തീർന്നു. ബാബ ദീക്ഷ നൽകി. ഈ 50 വർഷത്തെ ഗുരുവിലുള്ള വിശ്വാസവും ധ്യാനവും സ്നേഹവും എനിക്ക് വളരെ പ്രചോദനം നൽകുകയും അക്കാരണത്താൽ ഞാൻ എൻ്റെ ഗുരുവായ സായിബാബയുടെ വിശ്വസ്തനായി സന്തുഷ്ടനാണ്. നമ്മുടെ എല്ലാ പ്രവർത്തികളുടെയും ചിന്തകളുടെയും പിന്നിൽ ഗുരുവിൻ്റെ പ്രചോദനവും സാന്നിധ്യവും നാം അനുഭവിക്കുന്നു. ഒരിക്കൽ അവരുടെ നാമം സ്നേഹത്തിലും ഭവ്യതയിലും ഉരുവിട്ടാൽ വിവിധങ്ങളായ അനുഭവങ്ങൾ നമുക്ക് ദൃശ്യമാകും. ബാബ എൻ്റെ ജീവിതത്തിൽ വന്നത് 1942 പൂജ്യനായ നരസിംഹ സ്വാമിജി അപ്പോൾ ബാബയെക്കുറിച്ച് ലെക്ചർ നൽകുകയായിരുന്നു. കലിയുഗ കാമധേനു, കലിയുഗ കൽപ്പവൃക്ഷ, കലിയുഗ അവതാരം എന്നിവയെക്കുറിച്ച്. ഞാനപ്പോൾ തീരുമാനിച്ചു, ബാബ ശരിക്കും വിചാരിച്ചാൽ എൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു രൂപമുണ്ടാകും എന്ന്. 10 ദിവസത്തിനകം റിസൾട്ട് വരികയും ചെയ്തു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റായി പാസ്സാവുകയും ചെയ്തു. ഇനി അമ്പലത്തിൻ്റെ നിർമ്മാണവും ഒരു മഹാത്ഭുതം പോലെ തന്നെ ആയിത്തീർന്നു. ഞങ്ങൾക്ക് 75,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ചിലവായതോ 20 ലക്ഷം രൂപയാണ്. ബാബ ഞങ്ങൾക്ക് ധൈര്യം തന്നു, മുന്നോട്ട് പോയിക്കൊള്ളൂ, പണത്തെപ്പറ്റി ചിന്തിക്കേണ്ട, പണം ഒഴുകാൻ തുടങ്ങുമെന്ന്. പിന്നീട് ഒരു കുഴപ്പവും കൂടാതെ തന്നെ പണം കിട്ടുവാനും തുടങ്ങി. അതിനുശേഷവും മഹാത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്തു. അത്ഭുതങ്ങൾ ഒന്നൊന്നായി കാണിച്ചു തന്നു ബാബ. ഷിർഡി സായി ബാബ ഒരു കൊടുങ്കാറ്റ് പോലെ എൻ്റെ ജീവിതത്തിലേക്ക് അപ്പോൾ കടന്നു വന്നു. ഒരു പ്രത്യേക സമയത്ത് എന്നെ വല്ലാതെ കീഴടക്കിക്കളഞ്ഞു. ഞാൻ ബാബയോട് അപേക്ഷിച്ചു, ബാബ, അങ്ങ് രൂപപ്പെടുത്തിയ ഒരു മഹാത്മാവിനെ എനിക്ക് കാണിച്ചു തരൂ. മിസ്റ്റർ ഖേർ ബാബയുടെ അവസാനത്തെ സമകാലീനും തെരഞ്ഞെടുത്ത ശിഷ്യനുമായ സ്വാമി സായി ശരൺ ആനന്ദമായുള്ള എടുത്തു പറയത്തക്ക കൂടിക്കാഴ്ച നടത്തിയത് ഇതിനു ശേഷമാണ്. ഇത് ബാബയുടെ ജന്മസ്ഥലമായ പാത്രിയിൽ ഗഹനമായ ഗവേഷണങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള മന്ദിരം പണിയുവാൻ കാരണമായി. തൻ്റെ ഭക്തന്മാരെ കൊണ്ട്
ബാബ ഏതു വിധമാണ് കാര്യനിർവഹണത്തിനായി പ്രവർത്തിപ്പിക്കുന്നത് എന്നത് അത്ഭുതാവഹം തന്നെ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ സാധാരണയായി ആരതിയും പൂജകളും മറ്റും നടത്താറുണ്ട്. പൂജകളാണെങ്കിൽ കുട്ടികളും അതിൽ പങ്കെടുക്കും. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴോ ഹോംവർക്ക് ചെയ്യാതിരിക്കുമ്പോഴോ അന്നൊന്നും ഞങ്ങൾക്ക് ഇത്രയേറെ അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. ബാബയുടെ മഹാശക്തിയെപ്പറ്റി ഞങ്ങൾ ഇന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ പിതാവ് തന്ന ഏറ്റവും വലിയ ധനം വെറും ഭൗതികമായിരുന്നില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ബാബയെപ്പോലെ ഒരു വലിയ ഗുരുവിനെ തന്നു ഞങ്ങൾക്ക് ജീവിതം നയിക്കാൻ. ഞങ്ങളുടെ കുട്ടികൾ ഇന്ന് ഭാഗ്യവാന്മാരാണ്. ചെറുപ്പത്തിലെ തന്നെ ഷിർഡിയിൽ അവരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ബാബയെ അവർക്ക് വളരെ നന്നായി അറിയാൻ സാധിക്കുന്നു. ബാബ തലമുറകളായി നമുക്ക് പകർന്നു കിട്ടിയ ആധ്യാത്മിക പ്രതിഭാസമാണെന്നതിന് യാതൊരു സംശയവുമില്ല. ബാബയെ നന്നായി അറിയാം. ഞങ്ങളുടെ ജീവിതത്തിൽ ബാബയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. എല്ലാ കാലത്തും കഷ്ടപ്പാടിലും നന്മയിലും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ഒരിക്കൽ ബാബ നമ്മിൽ കുടികൊണ്ടാൽ ഒരു ഭക്തനെന്ന നിലയിൽ ദൈനംദിന ജീവിതം തന്നെ അമ്പേ മാറിപ്പോകും. ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുന്ന വഴിതെറ്റിയാൽ ബാബ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. മെല്ലെ മുതുകിൽ തട്ടി വിളിക്കും, ദാ വരൂ. ഷിർഡി സായിബാബ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് 50 വർഷങ്ങൾക്ക് മുമ്പായി വന്നു. ഞങ്ങളന്ന് കുട്ടികളായിരുന്നു. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ചിത്രം കൊണ്ടുവന്നത് ഞങ്ങളിൽ കൗതുകം ഉളവാക്കിയെന്ന് പറയാതെ വയ്യ. ബാബയെ ശ്രദ്ധിച്ചുകൊണ്ട് സഹായങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നിൽ ശാന്തി ഉളവാക്കുകയും മനസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്തു. ശ്രദ്ധയും സബൂരിയും ഞങ്ങൾക്ക് നിരന്തരം സന്ദേശമായി. അതുതന്നെയാണ് അന്തിമമായ ഒരു സഹായഹസ്തം തേടുന്ന ആർക്കും അന്തിമമായിട്ടുള്ള ഉത്തരം. എനിക്ക് വിശ്വാസമാണ് ബാബയിൽ. എനിക്ക് തികഞ്ഞ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ ചമത്കാരങ്ങളിൽ. ഞാൻ ജോലിക്ക് ചേർന്നപ്പോൾ ഒരു ദിവസം, അന്ന് ആദ്യ ദിവസമായിരുന്നു, എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചോദിച്ചു, ഒരു ജർമ്മൻ ഡെലിഗേഷനെ സ്ഥലം കാണിക്കാമോ എന്ന്. ചുറ്റി നടന്ന് സായി ചരിതവും ഷിർഡിയിലെ പ്രധാന സ്ഥലങ്ങളും കാണിക്കണം. ഞാൻ അമ്പലത്തിൽ ചെന്നു ബാബയോട് പ്രാർത്ഥിച്ചു, ബാബ ഇനി എന്നെ സഹായിക്കൂ. ഷിർഡി സംസ്ഥാനയിലെ ഒരു നവാഗതൻ ആയിരിക്കെ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ തന്നെ മിസ്റ്റർ സഹാനയോട് സന്ദർശകരായി എത്തിയ വിശിഷ്ടാതിഥികളെ ബാബയുടെ പഠനങ്ങളെക്കുറിച്ച് പറയാൻ നിയോഗിച്ചു. അത് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചത് ബാബയുടെ അനുഗ്രഹത്താൽ മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ബാബ തന്നെ വിവരണങ്ങൾ നൽകുകയും പറയുകയും ചെയ്തു. സായി ചരിതത്തിലെ എല്ലാ കഥകളും എൻ്റെ വായിലൂടെ എല്ലാം അനുഗ്രഹമാണ്. ഒരു ദിവസം ഇതാണ് സംഭവിച്ചത്. അന്ന് നല്ല ശക്തിയായ ഒരു മഴയുണ്ടായിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രി 12 മണിക്ക് ആരോ വാതിക്കൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ അപരിചിതരായിരുന്നു. വാതിക്കൽ നിന്നവർ പറഞ്ഞു, പുറത്ത് വലിയ മഴയാണ്, വെളിച്ചമില്ല, ഗ്രാമങ്ങളിൽ വിളക്ക് കത്തുന്നില്ല. വീണ്ടും ഒരു ഇരുണ്ട കൊടുങ്കാറ്റുള്ള പാതിരയ്ക്ക് ഒറ്റപ്പെട്ടുപോയ ഭക്തർ ആഹാരം തേടി വന്നപ്പോൾ അവരെ സഹായിക്കാൻ തക്കവണ്ണം ഉതകിയ ഒരു ശക്തിയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് വെളിപ്പെട്ടു. വീട്ടിനുള്ളിൽ വേണ്ടവ യാതൊന്നുമില്ലാതിരുന്നിട്ട് കൂടി ആഹാരം തയ്യാറായി കഴിഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് റെഡിയായി. 14 ആളുകൾക്ക് ആഹാരം വിളമ്പിക്കഴിഞ്ഞു ഞാൻ. അവർ പോയതിനു ശേഷം ആഹാരം അത്രയും തന്നെ അവിടെ ഉണ്ടായിരുന്നു. വിളമ്പി കൊടുത്തിട്ടും ബാക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി, ബാബ തന്നെയാണ് എന്നെ ആഹാരം പാകം ചെയ്യാൻ സഹായിച്ചതെന്ന്. എനിക്ക് വ്യക്തിപരമായി ബാബ ശക്തിയാണ്. ഞാൻ തന്നെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുമുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആരുടെയും ആഗ്രഹങ്ങൾ തീർച്ചയായും സാധ്യമാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു ചിന്ത എന്നിൽ ഉദിച്ചു വന്നു. ഞാൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മിബായിയുടെ ഒപ്പം 1918 ബാബ ജീവിച്ചിരുന്നപ്പോൾ ബാബ ലക്ഷ്മിബായിക്ക് 9 വെള്ളി നാണയങ്ങൾ കൊടുത്തപ്പോൾ 1 എനിക്കും തരുമായിരുന്നു. അതേപോലെ തന്നെ ബാബയുടെ കയ്യിൽ നിന്നും ഒരു വെള്ളി നാണയം ലഭിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കടമായ ആഗ്രഹവും സഫലമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുൻ പ്രസിഡന്റ് താങ്കൾക്ക് തരാനായി ഒരു ചെറിയ സമ്മാനം തന്നയച്ചിട്ടുണ്ട്. ഞാനത് തുറന്നു നോക്കിയപ്പോൾ ആ പൊതിയിൽ 10 വെള്ളി നാണയങ്ങൾ
അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. വെള്ളി നാണയങ്ങൾ കണ്ട ഞാൻ കോരിത്തെരിച്ചുപോയി. എൻ്റെ നീണ്ട നാളത്തെ ആഗ്രഹം അങ്ങനെ സഫലമായി തീർന്നു. ഞാൻ അനുഗ്രഹീതനായി. ബാബ പറയാറുണ്ടായിരുന്നു, ആരെ എൻ്റെ അടുത്തു വേണമോ അവരെത്ര സമുദ്രങ്ങൾക്കപ്പുറത്തായാലും എൻ്റെ അടുത്തേക്ക് എത്തിച്ചു തരും. ഇന്ന് ഞാനിവിടെ പാടുന്നത് ബാബയുടെ അനുഗ്രഹം കൊണ്ടാണ്. ബാബയുടെ ഭജനകൾ പാടാനും പ്രാർത്ഥിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. ഞാനിന്നിവിടെ പാടുന്ന സംഗീതം ബാബയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ആലപിക്കുന്നു. ബാബയുടെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതെൻ്റെ വിശ്വാസമാണ്. जब भी मुझको याद करोगे, जब भी मुझको याद करोगे मैं आऊंगा, जब भी मुझको याद करोगे मैं आऊंगा। शिरडी की समाधि में मेरे प्राण बसे हैं, शिरडी की समाधि में मेरे प्राण बसे हैं, शिरडी की समाधि में मेरे प्राण बसे हैं। ഇത് ഷിർഡി സായിബാബയുടെ ശരിയായ അസൽ മൂർത്തിയാണ്. എൻ്റെ മുത്തച്ഛൻ 1954 തീർത്തതാണിത്. ഇതിൻ്റെ നിർമ്മാണത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഒരു ശില്പിക്ക് ശില്പമുണ്ടാക്കുവാൻ പ്രൊഫൈൽ ഫോട്ടോ വളരെ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ അത് ലഭ്യമായിരുന്നില്ല. മുത്തച്ഛൻ പണി തുടങ്ങി. ആദ്യം അദ്ദേഹം കളിമൺ രൂപമാണ് ഉണ്ടാക്കിയത്. ചില സംശയങ്ങൾ ബാബയുടെ മുഖച്ഛായയെക്കുറിച്ച് മുത്തച്ഛന് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ബാബയോട്, അങ്ങ് എന്നെ സഹായിച്ചാൽ ഈ പ്രതിമ ലോകത്തിലെ പ്രസിദ്ധമായ പ്രതിമയായി തീരും. വേറൊരു കാര്യം, ഒരു ദിവസം നേരത്തെ 7 മണിക്ക് മുത്തച്ഛൻ സ്റ്റുഡിയോയിൽ വന്നു. തുറന്നു. ലൈറ്റ് തെളിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒരു ദിവ്യപ്രകാശം തെളിഞ്ഞു കണ്ടു. ബാബ തന്നെ അവിടെ നിൽക്കുന്നു. ഇവിടമാണ് ആ പുണ്യസ്ഥലം, ബാബയുടെ രൂപം തെളിഞ്ഞ കണ്ടയിടം. മുത്തച്ഛന് ബാബയുടെ ദിവ്യമായ മുഖം ശരിക്കും കണ്ടു. മുത്തച്ഛന് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ചതിനാൽ. അതാണ് ശ്രീ സായി ബാബ. ഈ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം പ്രതിമയിൽ ജോലി ആരംഭിക്കുകയും കണ്ട ഉടൻ തന്നെ പ്രതിമാ കമ്മിറ്റി മെമ്പേഴ്സ് അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ പ്രതിമ ബാബയുടെ. ഈ മോഡലിൽ നിന്നാണ് സമാധി മന്ദിരത്തിലെ ബാബയുടെ മാർബിൾ സ്റ്റാച്യു ഉണ്ടാക്കിയത്. ശിലാസ്ഥാപന കർമ്മത്തിൽ ബാബയുടെ സമകാലികരായ സ്വാമി സായി ശരൺ ആനന്ദ്, ലക്ഷ്മിബായി തുടങ്ങിയവർ ഉണ്ടായിരുന്നു. അവരൊക്കെ അത്ഭുതപ്പെട്ടുപോയി പ്രതിമ കണ്ടതോടെ. കാരണം അവർ ബാബയെ ജീവനോടെ കണ്ടിട്ടുണ്ട്. അതിനാൽ അവർ എന്നെ മുത്തച്ഛനോട് പറഞ്ഞു, ബാബ ജീവനോടെ ഇപ്രകാരം തിരിച്ചു വന്നുവെന്ന്. സ്റ്റാറ്റ്യുവിന്റെ രൂപത്തിൽ അവർക്ക് സന്തോഷമായി. പ്രതിമയുടെ ശില്പത്തിനിടയിലും ഒരു അത്ഭുത സംഭവം നടക്കുകയുണ്ടായി. ഈ ഭാഗത്തിന്റെ ശില്പകർമ്മം നടക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം പ്രതിമയുടെ ഈ ഭാഗത്തു നിന്നും വരുന്നുണ്ടായിരുന്നു. ഈ ഭാഗം കല്ലിൽ ആവശ്യമില്ലാത്തത് അടർന്നു പോവുകയും ബാബയുടെ ചെറുവിരലിന്റെ ശേഷഭാഗം അടർന്നു പോവുകയും ചെയ്തു. ഇത് ബാബ തന്നെ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു അത്ഭുതമാണ്, സത്യമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ബാബ തന്നെ അവിടെ നിൽക്കുകയും അവസാന മിനുക്കുപണികൾ നടത്തുകയും ചെയ്തുവെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ഡ നായക രാജാതിരാജ യോഗിരാജ പരബ്രഹ്മ ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. 1982 ഒരു പൂജാരിയുടെ ഒഴിവ് വന്നു. ഞാനപ്പോൾ നാഷിക്കിൽ ത്രയംബകേശ്വറിൽ പഠിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ അപേക്ഷ അയച്ചു. അങ്ങനെ അപേക്ഷ അയച്ചപ്പോൾ തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടത് വളരെ ആളുകൾ അതേ പൂജാരിയുടെ പോസ്റ്റിനായി വന്നതായിട്ടാണ്. ഇത്രയേറെ അപേക്ഷകരുള്ളപ്പോൾ എന്നെ തിരഞ്ഞെടുക്കുവാൻ ഇത് ബാബയുടെ ചമത്കാരം. ബാബയെ കാണാൻ എൻ്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സഫലമാക്കുവാനായി ബാബ അദ്ദേഹത്തിൻ്റെ മകനെ എന്നെ ഇവിടെ വിളിച്ചു. പിതാജി വളരെ കഷ്ടപ്പെട്ട് എനിക്ക് വന്നു പോകാനുള്ള വണ്ടിക്കൂലി തന്നു. എന്തെന്നാൽ എൻ്റെ പിതാവ് ജനമനൽ ഓപ്പറേഷൻ ശരിയാവാത്തതിനാൽ അന്ധനായിത്തീർന്നതാണ്. ഇത്തരം അവസ്ഥയിൽ 10 രൂപ പോലും എടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് തന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു, എന്നെ ആരിവിടെ പൂജാരിയാക്കാൻ? എത്ര പേര് വന്നിരിക്കുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, അങ്ങ് എന്തിനു വരുത്തി?
ഒന്നാമതായി അന്ധനായ അച്ഛൻ്റെ പണം ഞാൻ കൊണ്ടുവന്നു. ബാബയുടെ സമാധി മന്ദിരത്തിലെ പ്രധാന പുരോഹിതനായ ശ്രീ സുലാഖെ വിശ്വസിക്കുന്നത് ബാബയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് താൻ അവിടെ എത്തിയതെന്നാണ്. വളരെയേറെ ദുർഘടങ്ങൾക്ക് ശേഷമാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരനായ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. 1982 മുതൽ ഞാനിവിടെയുണ്ട്. സദാനിംബവൃക്ഷസ്യ മൂലാധിവാസാത് സുധാസ്രാവിനക്തിക്തമപ്യപ്രിയന്തം തരും കൽപവൃക്ഷാധികം സാധയന്തം നമാമി ഈശ്വരം സദ്ഗുരും സായിനാഥം. അദ്ദേഹം തൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് അവയൊന്നും എൻ്റെ പ്രവൃത്തികളായിട്ടല്ല, അതെല്ലാം ബാബയുടെ ചെയ്തികൾ തന്നെ. മനസ്സിനുള്ളിൽ ഞാനതറിയുന്നു. ഏതെങ്കിലും ഒരു കാര്യം ഒരു പ്രത്യേക വിധം ചെയ്യപ്പെടണമെങ്കിൽ അത് സാധിക്കാറില്ല. അദ്ദേഹം തൻ്റെ ഭക്തരിലൂടെ പ്രവർത്തിക്കുന്നു. സായി സച്ചരിതത്തിൽ അദ്ദേഹം പറയുന്നു, നീ അത് എഴുതേണ്ടതായിട്ടില്ല, നിന്നിലൂടെ അത് എഴുതി പോകും. നീ ഒരു ഉപകരണം മാത്രം. ഇന്നും അതുപോലെ തന്നെ, അതായത് മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ലീലകൾ ആസ്വദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു വളരെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ചിലവ പറയാവുന്നവയാണ്, ചിലത് വ്യക്തിപരമായ സ്വകാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു വ്യക്തി തൻ്റെ ഗുരുവും ഉപദേഷ്ടാവുമായി തീർന്ന് എല്ലാ ഭൗതിക സുഖങ്ങളും നൽകുന്നു. നിങ്ങൾ ഒരു നിലയിലെത്തിയ ശേഷം അയാൾ നിങ്ങളെ ആത്മീയ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ അറിയുന്നു, അയാൾ നിങ്ങളുടെ ടീച്ചറോ ഗുരുവോ യജമാനനോ മാത്രമല്ല, അതിനുമപ്പുറം മറ്റെന്തോ ആണ്. ഒരു ഗുരുസ്ഥാനത്ത് നിന്നും ഒരു ദൈവമായി ഉയർന്ന് ജീവിക്കുന്ന ഒരു ദൈവമാകുന്നു. शिरडी सजाचे लागतील पाय टळतील अपाय सर्व त्यांचे माझ्या समाधीची पायरी चढेल दुःखही हरेल सर्व त्यांचे जरी हे शरीर गेलो मी टाकून तरी मी धावेन भक्तासासी नवसास माझी पावेल समाधी धरा दृढ बुद्धी माझ्या ठाई नित्य मी जिवंत जाना हेची सत्य नित्य घ्या प्रचित अनुभवे शरण मज आला आणि वाया गेला दाखवा दाखवा ऐसा कोणी माझा जो झाला काया वाचा म्हणी तयाचा मी ऋणी सर्व काळ साई म्हणे तोची तोची झाला धन्य झाला जो अनन्य माझ्या पायी.